ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുസ്തകം കിട്ടി. നമുക്ക് പുസ്തകവും ബുക്കൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് പൊതിയാം. അപ്പോൾ എല്ലാ വീട്ടിലും ഈ ഒരു പരിപാടിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഞാൻ പൊതിയുന്ന രീതി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി പൊതിയുമ്പം എല്ലാ അമ്മമാരും അപ്പന്മാരും എല്ലാവർക്കും പരിപാടി. എല്ലാ വീടുകളിലും ഈ ഒരു എന്താണ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കളറാട്ടോ മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ വലുതും ഇത് വലുത്, ഇതിൻ്റെ ചെറുതുമാണ് വാങ്ങിച്ചേക്കുന്നത്. പുസ്തകം നിലവിൽ മലയാളം, ഇംഗ്ലീഷും മാത്സ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. സിലബസ് മാറിയ കാരണം താമസമാണ് പുസ്തകം കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് പുസ്തകം പൊതിയൊരു ചടങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ബുക്കിൻ്റെ ഒരു അളവനുസരിച്ച് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ സ്റ്റിക്കറാട്ടോ. സ്റ്റിക്കർ ഉള്ളിലോട്ട് വരും പൊതിയുമ്പോൾ. ഞാൻ പൊതിയുന്ന രീതി ആയിരിക്കില്ല കേട്ടോ എല്ലാവരും പൊതിയുന്നത്. എൻ്റെ രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. സഹായിയായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ക്യാമറ കൈകാര്യം ചെയ്യുന്ന അവളാണ്. അപ്പോൾ എന്തെങ്കിലും അപാകതകൾ ഷൂട്ടിങ്ങിനിടയിൽ ഉണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഈ രണ്ട് വശത്തെ ഇതിനകത്തേക്കാണ് വെക്കുന്നത്. വെക്കാണ്. അതിനുശേഷം ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമ്മൾ ഇവിടുന്ന് പലരും പല രീതിയിലാട്ടോ ഇത് പുസ്തകം പൊതിയുന്നത്. ചിലരൊക്കെ പൊതിയുന്ന നല്ല എക്സ്പേർട്ടായിട്ട് ഒരിക്കലും പോവുകയില്ല. സ്റ്റാപ്ലെയർ പോലും അടിക്കേണ്ട കാര്യമില്ല. ഞാൻ സ്റ്റാപ്ലെയർ അടിക്കും കേട്ടോ. ഇങ്ങനെ ഈ രണ്ട് അറ്റവും കട്ട് ചെയ്ത് കളയാം. സ്റ്റാപ്ലെയർ പിന്നെ ഇപ്പം പുതിയ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെയിം സ്ലിപ്പ് പൊളിക്കുന്നത് പോലെ പൊളിച്ചിട്ട് നേരെ ഒട്ടിച്ച് വെച്ചാൽ മതി. പിൻ ചെയ്യേണ്ടതൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീടാണ് അതിനെപ്പറ്റി ഒരു ധാരണ വന്നത്. അത് കാരണം മേടിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ മേടിച്ചേനെ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗമില്ലേ, കട്ട് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു ഇത് മിച്ചം വരും. ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും അറിയാമായിരിക്കും പുസ്തകവും ബുക്കും ഒക്കെ പൊതിയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. നടക്കുക. ചുളിവൊക്കെ ഇനി ഇപ്പത്തെ വശവും ഇങ്ങനെ നടക്കുക. ഓരോന്നോരോന്ന് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്യുക കേട്ടോ. സ്റ്റാപ്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഈ വശവും ഈ വശവും കൂടെ, ഈ രണ്ട് വശവും വരുന്നത് ഒന്നിച്ച് നോക്കിയിട്ട് വേണം സ്റ്റാപ്ലെയർ ചെയ്യാൻ. അതാകുമ്പോൾ ഒരൊറ്റ സ്റ്റാപ്ലെയറിൽ നിൽക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുവാണെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കും. പിന്നെ ഇതേ ഇവിടെ ആയിട്ട് വരണോടെ, അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു പോകാതിരുന്നോളൂ. അതുപോലെ തന്നെ എല്ലാ സൈഡും പിൻ ചെയ്ത് വിടുകയാണ് കേട്ടോ. ഈ സൈഡ് എല്ലാവരും ഒന്നും പിൻ ചെയ്യാറില്ല. ഞാൻ പിൻ ചെയ്യും കേട്ടോ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു വശവും കൂടി ഞാൻ പിൻ ചെയ്യും കേട്ടോ. ഇത് പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. പുസ്തകം റെഡിയായില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ ഇവർ കൊച്ചു പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂസ് ചെയ്യുമ്പം പോകാൻ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കേട്ടോ. ഇനി നെയിം സ്ലിപ്പ് ഒട്ടിക്കാം. നെയിം സ്ലിപ്പ് നമ്മൾ
പറഞ്ഞത് ഒട്ടിക്കാം കേട്ടോ. പിന്നിലുണ്ട്, പുറകിലുണ്ട്, ക്യാമറയുടെ പിന്നിൽ പുറകിലുണ്ട്. ഞാൻ ഈ മേള് സെൻറ്ററിൽ ഈ ഭാഗത്തായിട്ടാട്ടോ ഒട്ടിക്കാറ്. സെൻറ്ററിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ബാഗിനകത്തുനിന്ന് ബുക്ക് എടുക്കുമ്പോഴത്തേനും ഈ നെയിം കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അവർക്കൊരു എളുപ്പമുണ്ട്. ബാഗ് വെക്കുന്ന കൂട്ടത്തിൽ നടുക്കൊട്ടിച്ചാൽ അല്ലെങ്കിൽ ബോക്സ് ഒക്കെ നമ്മൾ ബോക്സിൻ്റെ കൂടെ ഒക്കെ ഞാനേ പേര് മാർക്കർ വെച്ചാട്ടോ എഴുതുന്നത്. അതാകുമ്പം ഇത് പെർമനൻറ്റ് മാർക്കറാണ്, പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ എഴുതുക കേട്ടോ. പേര് മാത്രം വെച്ച് എഴുതുന്നുള്ളൂ. ബാക്കിയെല്ലാം പേന വെച്ചു. ബാക്കി ഞാൻ പേന വെച്ച് എഴുതുന്നു കേട്ടോ. ഞാനിപ്പം മലയാളം കേട്ടോ എഴുതി. ഇനി ഇതുപോലെ ഓരോന്ന് മതി. ഞാനിപ്പോൾ പൊതിയുന്ന രീതി കാണിച്ചല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊതിയുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇതാ പേരൊക്കെ എഴുതി സുന്ദരക്കുട്ടപ്പൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രവർത്തനം നടക്കട്ടെ എല്ലാവരുടെയും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.